KTU 2019 ട്രിപ്ലി തേർഡ് സെമിസ്റ്റർ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മൊഡ്യൂൾ 4. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ്. അതായത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെൻസേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഫസ്റ്റ് വൺ തെർമിസ്റ്റർ ആണ്. തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റർ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്കതിനൊരു തെർമൽ റെസിസ്റ്റർ എന്ന് പറയാം. ഈ റെസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. നമുക്ക് ആ സർക്യൂട്ടിൽ കാണുന്ന പോലെ ഒരു സോഴ്സ് ഉണ്ട്, തെർമിസ്റ്റർ ഉണ്ട്, ഒരു മീറ്റർ ഉണ്ട്, മൈക്രോമീറ്റർ. അപ്പോൾ ഇതിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും സർക്യൂട്ടിൽ കൂടെ. ഈ തെർമിസ്റ്ററിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോൾ ആ തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വേരി ആവും. ഈ റെസിസ്റ്റൻസ് വേരി ആവുന്നതുകൊണ്ട് തന്നെ ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വേരി ആവും. സോ നമുക്ക് ആ ഡിഫറൻസ് ഇൻ കറണ്ട് മൈക്രോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ആ ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. നെക്സ്റ്റ് വൺ RTD ആണ്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. ഇത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇപ്പോൾ ഈ RTDയുടെ ടിപ്പ് നമ്മൾ ഏത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യേണ്ടത് ആ സോഴ്സിൻ്റെ അടുത്ത് വയ്ക്കുക. അപ്പോൾ RTDയുടെ ടിപ്പിൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരും. ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ RTDയുടെ റെസിസ്റ്റൻസ് വേരി ആവും. ഈ RTD നമ്മൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ഒരു ആമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, RTDയുടെ ലീഡ്സ്. അപ്പോൾ ഈ RTDയുടെ റെസിസ്റ്റൻസ് വേരി ആകുമ്പോൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ് പോവും. അപ്പോൾ അതിൽ വോൾട്ട് മീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ വോൾട്ട് മീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ R3 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വേരി ചെയ്തിട്ട് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ 0 ആക്കും. എന്നിട്ട് ബ്രിഡ്ജ് ബാലൻസ് ആയി കഴിയുമ്പോൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ RTDയിലുള്ള റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ തെർമോകപ്പിളാണ്. ഇത് നമുക്ക് രണ്ട് ഡിസിമിലർ മെറ്റൽസ് വെൽഡ് ചെയ്തിട്ടോ ഫ്യൂസ് ചെയ്തിട്ടോ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മെറ്റൽസും കൂടെ നമ്മൾ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യേണ്ടത് ആ സോഴ്സായിട്ട് കണക്ട് ചെയ്യും. അതിന് നമ്മൾ ഹോട്ട് റീജിയൻ അല്ലെങ്കിൽ ഹോട്ട് ജംഗ്ഷൻ എന്ന് പറയും. ഇതിൻ്റെ മറ്റേ എൻഡ് അല്ലെങ്കിൽ മറ്റേ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു നോൺ ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടാവുക. അതിന് നമ്മൾ കോൾഡ് ജംഗ്ഷൻ എന്നും പറയും. അപ്പോൾ ഈ രണ്ട് ജംഗ്ഷൻസിലും ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് കാരണം ഇതിൽ ചെറിയൊരു EMF ഉണ്ടാവും. ഈ EMF കാരണം അതിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ സിലിക്കൺ ടെമ്പറേച്ചർ സെൻസറാണ്. ഈ ടൈപ്പ് ഓഫ് സെൻസർ നമുക്ക് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒരു സിലിക്കൺ ഡയോഡിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് ഫോർവേഡ് വോൾട്ടേജിൽ വേരിയേഷൻ വരും. സോ നമുക്കത് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലൂമിനസ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീനെ നമുക്ക് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അപ്പോൾ ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെൻസേഴ്സിന് ജനറലി ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയും. അതിൽ രണ്ട് ടൈപ്സ് ആണ്, ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും അതുപോലെ ഫോട്ടോ വോൾട്ടായിക്കും. ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അതായത് നമുക്ക് എക്സ്റ്റേണലി സപ്ലൈ കൊടുത്താലാണ് അത് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കാഡ്മിയം സൾഫൈഡ് അല്ലെങ്കിൽ കാഡ്മിയം സെലനൈഡ് ആണ്. ഇനി ഇതിൽ ആ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മളുടെ ഫോട്ടോ സെൻസിങ് എലിമെൻ്റ് അല്ലെങ്കിൽ ആ സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇനീഷ്യലി ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അതൊരു ഓപ്പൺ സ്വിച്ച് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഇല്ല. ലൈറ്റ് വീണ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുകയും ആ സർക്യൂട്ടിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ അറ്റൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് വീഴുന്ന ലൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോട്ടോ വോൾട്ടായിക് സെൽ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, സോളാർ സെല്ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും ഏകദേശം നേരത്തെ പറഞ്ഞതുപോലത്തെ പ്രിൻസിപ്പിൾ തന്നെയാണ്. ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത് ശരിക്കൊരു PN ജംഗ്ഷൻ ഡയോഡാണ്. സോ അതിൽ ലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ ലൈറ്റിലെ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് അതിൽ കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവുകയും അവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ കാരണം
ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും.